ചെങ്ങായിമാർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇസ്രായേലിലെ അഫിഗോരിയായ ഒരു 9ാം നമ്പർ ക്രിസംഗിയാണ്. ഈ ചങ്ങായിക്കണ്ടല്ല ഇസ്രായേലിൽ കിടന്നിട്ടുണ്ടല്ലോ, ഇസ്രായേലിനെ കുറിച്ച് നെതന്യാഹുവിനെ കുറിച്ചൊക്കെ പൊട്ടത്തരം പറയുന്ന കുറെ എണ്ണല്ലേ, അവർക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. വല്ലാതെ കുരുപൊട്ടി, ഒരു 1.5 കുരുവങ്ങ് പൊട്ടി. അങ്ങനെ കുരുപൊട്ടിട്ട് ഈ ക്രിസംഗി ഉണ്ടല്ല, ഇന്നലെ ഒറ്റ ദിവസം ഉണ്ടല്ല എനിക്കെതിരെ 3 വീഡിയോ ആണ് ചെയ്തത്. അങ്ങനെ ഇവ 3 വീഡിയോ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ഏതായാലും ഇവന്റെ കുരുപൊട്ടി, ഇനിയുണ്ടല്ല കുറച്ച് ബാക്കിയുള്ള കുരു ഉണ്ടല്ല, ആ കുരു കൂടി അങ്ങ് പൊട്ടിക്കാന്ന്. എന്തായാലും നമുക്ക് ഇസ്രായേലിലുള്ള അഫിഗോരിയായ 9ാം നമ്പർ എന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. റീസെന്റ് കൺവെർട്ടഡ് ആയ ഒരു സുഡാപ്പിയുടെ കരച്ചു കേൾക്കണം. ചങ്ങായിമാരെ എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖം തന്നെ. ബാക്കി പോരട്ടെ. ഇസ്രായേലുള്ള കുറച്ച് ക്രിസംഗികളും സംഖ്യകളുണ്ടല്ല കുരുപൊട്ടിക്കൊണ്ട് എനിക്കെതിരെ വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നെതന്യാഹുവിനെതിരെ വീഡിയോ ഇട്ടതിനല്ലല്ലോ, പിള്ളേരെ കയറി ചൊറിയാൻ പോയോണ്ടല്ലേ അമാരി കയറി മാന്തിയത്. താങ്കൾ എന്താ വിചാരിച്ചത്? ഇസ്രായേലിലെ പെൺപിള്ളേരെ കയറി ചൊറിയുന്ന പോണം, താമ്പിള്ളേരെ കയറി അങ്ങ് ചൊറിയാന്ന്. ആസനത്തെ കയറി മാന്തി കൊടുത്തു. അതിന്റെ ഫ്രസ്ട്രേഷനാണ് ഈ കാണിക്കുന്നത്. എന്റെ ഫ്രണ്ട് എനിക്ക് വീഡിയോ അയച്ചു പറഞ്ഞു, വരണേ ആ ക്രിസംഗികൾ നിനക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ആഞ്ഞടിച്ചു? ആരെ? നിന്നെ ഊതിയ പോരേടേ. മോനെ 9ാം നമ്പറെ മോന് ഊതുമ്പോ പറക്കാൻ വേണ്ടി ഞാനുണ്ടല്ല മോനെ പോലെയും മോന്റെ വീട്ടുകാരെ പോലെയും 9ാം നമ്പറല്ല കേട്ടാ, 9ാം നമ്പറല്ല. അതിനും മോനുണ്ടല്ല മോന്റെ നാട്ടിലുള്ള പിതാക്കന്മാരല്ലേ, ആ പിതാക്കന്മാരും പിന്നെ ഇസ്രായേലിൽ മോൻ പുതിയതായിട്ട് ഉണ്ടാക്കിയ പിതാക്കന്മാരല്ലേ, ആ പിതാക്കന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടെന്നാലും നടക്കില്ല മോനെ, നടക്കില്ല. പിന്നെ മോന്റെ മെയിൻ വിഷയം ഞാൻ ഇസ്രായേലിലുള്ള സംഗിണികളെ കുറിച്ചും ക്രിസംഗിണികളെ കുറിച്ചും പിന്നെ സംഖ്യകളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതാണല്ലേ. എന്റെ 9ാം നമ്പറെ നീ ഭയങ്കരമായിട്ട് വീരവാദം മുഴക്കുന്ന നിന്റെ സംഗിണികളും നിന്റെ ക്രിസംഗികളും ഉണ്ടല്ല, അവരെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അപ്പൊ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ പരാതി കൊടുക്കും. അതായത് അവരുടെ മുഖം കാണിച്ച് വീഡിയോ ചെയ്തെന്നും പറ്റി അവർ പരാതി കൊടുക്കും. നിന്റെ സംഘടനകളുടെയും സംഖ്യകളുടെയും മുഖം അല്ലാതെ പിന്നെ ഞാൻ എന്ത് ഉണ്ടയാണ് കാണിക്കേണ്ടത്? സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോഴല്ല തിരിച്ച് നല്ലത് കിട്ടുന്നുള്ള ബോധം ഉണ്ടല്ല നിന്റെ സംഘടനകൾക്കും ക്രിസംഖ്യക്കൊക്കെ വേണം കേട്ടാ. അതിപ്പോ തിരിച്ച് കൊടുക്കാൻ തുടങ്ങുമ്പോഴല്ല, അതിപ്പോ സ്ത്രീയാണ് പുരുഷനാണെന്നൊന്നും നോക്കിയിട്ട് കൊടുക്കാൻ കഴിയില്ല, കൊടുക്കുമ്പോണ്ടല്ല എല്ലാവർക്കും ഞാൻ കൊടുക്കും. അങ്ങനെ തിരിച്ച് കൊടുക്കുമ്പോൾ സ്ട്രൈക്ക് കൊടുക്കാനും പരാതി കൊടുക്കാനൊക്കെ നടക്കുന്ന പേടിച്ച് പറിച്ച് ബങ്കറിലൊരിക്കുന്ന ഈ ക്രിസംഗിണികളെ കുറിച്ചാണ് ഇവനല്ല വീരവാദം മുഴക്കുന്നത്. പിന്നെ നീ രണ്ടാമതെന്തോ പറഞ്ഞു കുറച്ച് ചെക്കന്മാർ എന്നെന്തോ ആക്കി കളഞ്ഞെന്നോ. മരപ്പൊട്ട, നീ പറഞ്ഞ ചെക്കന്മാരല്ലേ, നീ വീരവാദം മുഴക്കിയ ചെക്കന്മാർ അവരുണ്ടല്ല, ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിന്. ആ ചോദ്യം കേട്ടപ്പോണ്ടല്ല അവൻ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകി എന്തൊക്കെയാ കാണിച്ച കൂട്ടി നിനക്കറിയോ? എന്തായാലും എന്റെ ചോദ്യം കേട്ടപ്പോ കിളിമാറിപ്പോയ നിന്റെ ഹീറോ ഉണ്ടല്ല, നിന്റെ ഹീറോ എന്ത് പൊട്ടത്തരാ പറഞ്ഞു, നീ ഒന്ന് കേട്ടാട്ടെ. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം അതിനും റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്. അവന്റെ മോന്തയായി അത് കാണിക്കുന്നില്ല, കാരണം അവൻ നമ്മളെ വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അവൻ കുറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, അതിനൊന്നും ഉത്തരം തന്നില്ലെന്ന് പറഞ്ഞു. അവന് ഉത്തരം തരാൻ വേണ്ടി നീ എന്നെ പഠിപ്പിക്കുന്ന സാറല്ല, നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ വേണ്ടി നിനക്ക് എന്തേലും അറിയണമെങ്കിൽ, ഇസ്രായേലിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തേലും നിനക്ക് അറിയണമെങ്കിൽ നീ എംബസി ആയിട്ട്, ഇവിടെ ഇന്ത്യൻ എംബസി ഉണ്ട്, എംബസി ആയിട്ട് ബന്ധപ്പെടുക. ഈ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം മുട്ടുമ്പോ പൊട്ടത്തരം പറയും, ഈ പൊട്ടി കരയുകയും ചെയ്യുന്ന ഈ വേട്ടാവളയാണോ നിന്റെ ഹീറോ? ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോ ഈ വേട്ടാവളയം പറയുന്നത് നീ പോയിട്ട് എംബസി പോയി ചോദിക്കുന്നത്. നീ ഈ മരപ്പൊട്ടനെ എപ്പോഴെങ്കിലും കാണുമെങ്കിൽ ഈ മരപ്പൊട്ടനോട് പറയണം, നമ്മളുണ്ടല്ല അവിടുത്തെ എംബസിക്കാർ പറയുന്നതും ഇസ്രായേലിലെ മാധ്യമങ്ങൾ പറയുന്നില്ലേ, അതൊക്കെ തന്നെയാണ് ഇവിടെ കിടന്ന് പറയുന്നതെന്ന്. എല്ലാതും ഇവനെപ്പോഴത്തെ വേട്ടാവളയന്മാർ പേടിച്ച് പറിച്ച് ബങ്കർ കഴിഞ്ഞിട്ട് പറയുന്ന പൊട്ടത്തരവും വിഡിത്തും അത് വിശ്വസിക്കാൻ വേണ്ടി നമ്മളുണ്ടല്ല സംഘികളും ക്രിസംഗികളും അല്ലാട്ടാ. അത് മാത്രമല്ല നിന്റെ ഹീറോ ആയ വേട്ടാവളിന്റെ പ്രശ്നം, ഈ വേട്ടാവളിനും പിന്നെ വേറെ കുറെ വേട്ടാവളിയന്മാരും ഒരുമിച്ചിരുന്നിട്ടില്ല വീഡിയോ എത്തി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും, ഒരുപാട് കാര്യങ്ങൾ പറയും. മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വേട്ടാവളിയന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങളോ ഈ വേട്ടാവളിയന്മാർ പറയുന്ന കാര്യങ്ങളോ ഇവർക്ക് തന്നെ തിരിയുന്നില്ല. പിന്നെയല്ലേ എന്നെ പോലുള്ളവർക്ക് മനസ്സിലാവുക? അങ്ങനെ ഉത്തരം മുട്ടുമ്പോ പൊട്ടിക്കരുകയും പൊട്ടിത്തരം പറയുകയും ചെയ്യുന്ന ടീമാണ് നീ പറഞ്ഞ നിന്റെ ഹീറോ. ഇവന്മാരെ എന്നെ എന്തുണ്ടാക്കാൻ വേണ്ടിട്ടാണ്? എന്തായാലും നമ്മൾ കാര്യമൊന്നും അങ്ങ് വിട്ടുപോകണ്ട. ഈ 9ാം നമ്പർ എന്നെ കുറിച്ച് പറഞ്ഞ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി നമുക്ക് കേട്ടിട്ട് വരാം. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടല്ല, എന്താ അവസ്ഥ എന്നറിയാം. ദിലീപാട്ടിന്റെ ബബ്ബ കണ്ടില്ലേ, വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ ആ സിനിമ ഉണ്ട്, അതുപോലെ ആയിപ്പോയി, ആകെ ബബ്ബി ആയിപ്പോയി. ഞാൻ അവിടെ കിടന്ന് ചൊറിഞ്ഞാണ്ടല്ല, ആ ചൊറിച്ചലിന് നല്ല മറുപടി ഉണ്ടല്ല, ബോധം വരുള്ള ആൾക്കാർ നല്ല മറുപടി ഇടും. നീ വിവരവും ബോധമുള്ള ആള്, ഞങ്ങൾ ഇവിടെ കിടന്ന് ചൊറിയും മാന്തും, അതിന് നിനക്കെന്നാടാ കുഴപ്പം? നീ ചൊറിയാൻ വന്നാൽ നിന്നെ മാന്തി വിടും. നിനക്ക് വല്ല ചൊറിച്ചിൽ വരുന്നുണ്ട് ഇങ്ങോട്ട് മാറി നീ ചൊറിയും, അല്ലാണ്ട് ഇങ്ങോട്ട് ചൊറിയാൻ വരും കേട്ടോ. ഇനി അവിടെ ഒരു ചേട്ടന് എന്റെ മുറിച്ചതാണോ മുറിക്കാത്തതാണെന്ന് വല്ലാതെ സംശയമുണ്ട്. എന്റെ ചേട്ടാ ഞാനെന്തല്ല നല്ലൊരു ഹിന്ദുവാണ്, അസൽ ഹിന്ദുവാണ്. ഇല്ല ഞങ്ങൾ വിശ്വസിക്കില്ല നീ ഹിന്ദു. തെളിവ് കാണിക്കും, അറ്റ്ലീസ്റ്റ് ചുക്കാമണി പുറത്തിട്ട് കാണിക്കണം.
ഈ 9ാം നമ്പറിനുണ്ടല്ല എന്റെ ചുക്കാമണിയിലാണ് കണ്ണ്. എന്റെ 9ാം നമ്പർ അഫിഗോലി. എന്തായാലും നിന്നെപ്പോലത്തെ ടീമിനുണ്ടല്ല എന്റെ ചുക്കാമണി കാണിക്കേണ്ട ഗതികേട് അതെന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. തൽക്കാലം മോനുണ്ടല്ല ജൂതന്മാരുടെ ചുക്കും മണിയും കണ്ടിട്ട് അത് കണ്ട് സന്തോഷിച്ചിട്ട് അതൊക്കെ പരിപാലിച്ചിട്ട് അവിടെ ഇസ്രായേൽ അങ്ങ് കൂടിക്കോട്ടാ. പിന്നീടല്ല വേറൊരു കഥ കൂടി ഇവനെ കുറിച്ച് ഇസ്രായേലിന് പുറത്തു വരുന്നുണ്ട്. ഇവനെ പിടിച്ച് ജൂതന്മാരുണ്ടല്ല മുള്ളാൻ പോലും ചുക്കാമണി പുറത്തിട്ടില്ല പോലും. കാരണം ഇവനുണ്ടല്ല ജൂതന്മാരുടെ ചുക്കാമണി കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അത് അവർക്ക് തിരിച്ചു കൊടുക്കൂല പോലും. ഇതൊക്കെ ഇവനെ കുറിച്ച് ഇവനുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ നീ പറഞ്ഞു നിങ്ങളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തെങ്കിൽ നിങ്ങൾ മാന്തും ചൊറിയും എന്നൊക്കെ. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ മാന്തുകയോ ചൊറിയുകയോ ഒക്കെ ചെയ്തോ. അങ്ങനെ മക്കളുണ്ടല്ലോ ഇങ്ങോട്ട് മാന്തം വിടില്ല. തിരിച്ചൊരു കാര്യം കൂടി ചിന്തിക്കണം കേട്ടാ. അങ്ങോട്ടിട്ടില്ല തിരിച്ചങ്ങോട്ട് നല്ല മാന്ത് കിട്ടും. ആ മാന്ത് കിട്ടുമ്പോണ്ടില്ല നമ്മൾ സ്ത്രീയാണ്, പിന്നെ നമ്മൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇസ്രായേലിൽ പോയ പാവപ്പെട്ട പുരുഷന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകിക്കൊണ്ട് വരാൻ പാടില്ല. അതുമാത്രമല്ല നമ്മുടെ മുഖം കാണിച്ച് അവൻ വീഡിയോ ചെയ്യുന്ന പറ്റി കോപ്പിറൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ടും പരാതി കൊടുക്കാനൊന്നും പോകാൻ പാടില്ല. ധൈര്യമുണ്ടെങ്കിൽ പോകാൻ പാടില്ല. കാരണം നീ വീരവാദം മുഴക്കുന്നതിന്റെ സംഗീണികളും ക്രിസംഗികളും എനിക്കെതിരെ കൊടുത്ത പരാതി ഉണ്ടല്ല, ആ പരാതി അവിടെ കിടക്കുന്നു. അവന്മാരുണ്ടല്ല കരഞ്ഞു മെഴുകിക്കൊണ്ടാണ് എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 9ാം നമ്പറെ ഇസ്രായേലിലുള്ള സംഘികളെ കുറിച്ചും ക്രിസംഘികളെ കുറിച്ചും വീരവാദം മുഴക്കുന്നതിന് മുമ്പിലെ നീണ്ടല്ല അവരോട് പറയണം ഇങ്ങോട്ട് വീഡിയോ ചെയ്തെങ്കിൽ തിരിച്ചങ്ങോട്ട് കിട്ടും, നല്ലോണം കിട്ടും. അങ്ങനെ കിട്ടുമ്പം ഇങ്ങനെ കരഞ്ഞ് മെഴുകിട്ട് പരാതി കൊടുക്കാൻ പാടില്ല എന്ന്. അതായത് ഇങ്ങോട്ട് തരുമ്പം തിരിച്ചങ്ങോട്ട് കിട്ടാനുള്ളത് താങ്ങാനുള്ള ധൈര്യവും എനർജിയും ഇല്ല. ആ സംഭവം തൽക്കാലം ഉണ്ടാക്കി വെക്കാൻ വേണ്ടി നിന്റെ സംഘികളോടും നിന്റെ ക്രിസംഘികളോടൊന്ന് പറയട്ടാ. അതുകൊണ്ട് ഇസ്രായേലിനെ കുറിച്ചും നെതന്യാവിനെ കുറിച്ചും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അവനെ പെട്ടെന്ന് സുഡാപ്പിയാക്കാൻ നടക്കും. നിന്നോട് എനിക്കൊന്നേ പറയുള്ളൂ. നീ ഉണ്ടല്ല കേരളത്തിലുള്ളവരുടെയൊക്കെ ചുക്കാമണി തപ്പി മടുത്തിട്ടായിരിക്കും ഇപ്പൊ ഇസ്രായേലിൽ ജൂതന്മാരുടെ ചുക്കാമണിയും തപ്പിക്കൊണ്ട് പോയിട്ടുള്ളതല്ലേ. എന്തായാലും കേരളത്തിൽ ആത്മാഭിമാനം ബാക്കിയുള്ള ആരുമില്ല. നിന്നെ പോലത്തെ 9ാം നമ്പറിന് ചുക്കാമണി തരണ്ടേ ഗതികേടില്ലട്ടാ. ചിലപ്പോ സംഖ്യക്കും ക്രിസംഖ്യക്കും ആ ഗതികേട് വന്നിട്ടുണ്ടാവും. പക്ഷെ എല്ലാതെ ബോധവും വിവരമുള്ള അന്തസ്സുള്ള ആർക്കും ആ ഗതികേട് വരില്ല. എന്തായാലും ഇത്രയും കേട്ടതെന്നും ഇസ്രായേലിലുള്ള എന്റെ 9ാം നമ്പറിന് വയറ് നിറഞ്ഞെന്നും ഞാൻ കരുതുന്നു. ഇനിയും വയറ് നിറഞ്ഞില്ലെങ്കിൽ ജൂതന്മാരോട് പോയി ചോദിച്ചില്ലേ അവര് വയറ് നിറക്കാൻ എന്തെങ്കിലും തരും. അത് കിട്ടിയിട്ട് അത് കഴിച്ചിട്ട് വയറ് നിറക്കട്ടെ തൽക്കാലം. അതുകൊണ്ട് അവര് തരുന്ന സംഭവം കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് അവിടെ കിടന്ന് സംഘികളെയും ക്രിസംഘികളും പൊക്കിക്കൊണ്ട് അവരെ സുഖിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് മോൻ അവിടെ കിടന്നോ. എനിക്ക് സമയം ഉണ്ടാകുമ്പോൾ എനിക്ക് തരാൻ പറ്റുന്നത് മോന് വയറ് നിറച്ച് ഞാനും തരാം കേട്ടാ. എന്തായാലും ഇസ്രായേലിൽ കിടന്ന് പൊട്ടത്തരം പറയുമ്പം അതിന് തിരിച്ച് നല്ല മറുപടി കിട്ടുമ്പം കരഞ്ഞ് മെഴുകുന്ന സംഘികളെയും ക്രിസംഘികളും വെളുപ്പിക്കാൻ വന്ന വേട്ടാവളിന് 9ാം നമ്പറിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.